ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഒരു കവർ പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഫ്രണ്ടിലത്തെ ഒരു റൈറ്റ് സൈഡ് കവർ, 2 ഫ്ലോറ്, ക്യാരിയർ, ഇത്ര ഐറ്റംസ് പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ജനറൽ സർവീസാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടലായിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാം. കംപ്ലയിൻസ് ഉള്ള പാർട്സുകൾ, വണ്ടി കുറേ ഓടുമ്പോൾ കുറേ ഭാഗങ്ങൾ തേമാനമുള്ളതും കംപ്ലയിൻസ് ഉള്ള പാർട്സുകൾ വരുമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഇൻഫോം ചെയ്യാം. മാറ്റേണ്ട ഭാഗങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യാം. അഡീഷണലായിട്ട് നമുക്കിപ്പോൾ ബ്രേക്ക് കേബിൾ ഐറ്റംസ് അഡീഷണൽ വന്ന വർക്കുകൾ, ഇപ്പോൾ കാർബറേറ്റർ ക്ലീനിങ്, ബ്രേക്ക് കേബിൾ തുടങ്ങിയിട്ട് ഗിയർ ബോക്സിൻ്റെയൊക്കെ ബെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡീഷണൽ ജനറൽ സർവീസിൽ വന്നതിൻ്റെ പുറമെ വന്ന വർക്കുകളാണ്. അതുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ജനറൽ സർവീസിന് പുറമെ ലേബർ ചാർജ് വരുള്ളൂ. ബാക്കിയതെല്ലാം ജനറൽ സർവീസിൽ അത് തന്നെ പെട്ടുപോകുന്ന വർക്കുകളാണ്. പിന്നെ പാർട്സുകൾ എടുക്കേണ്ടി വന്നാൽ നമുക്ക് പാർട്സുകൾ നമുക്ക് അതിനകത്ത് അഡീഷണലായിട്ടാണ് നമുക്കതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് കുറച്ച് കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ കംപ്ലയിൻസൊക്കെ മനസ്സിലാവും നമുക്ക്. നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള കണ്ടീഷനിലാണ് അയക്കുന്നത്. ബ്രേക്ക് ലൈനർ നമുക്ക് വലിയ പഴക്കമില്ല, പക്ഷേ കമ്പനി ലൈനറൊന്നും അല്ല കിടക്കണേ. ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് വണ്ടിമേ ഉപയോഗിച്ചാണ് കേട്ടോ. തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്തിടാം. കാരണം ഈ പറഞ്ഞ രീതിയുടെ ബ്രേക്കിന് ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ ലൈനർ ഒരേമേ കൂടുതലായിട്ട് പൊടി ഉണ്ടാവും. ആ പൊടി ഹബിനും ബ്രേക്ക് ലൈനറിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് ഹബിന് തേമാനം കൂടുതൽ കാണിക്കും. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ് അത് മാക്സിമം ഉപയോഗിക്കുക. അതിനുശേഷം മാറ്റിയിടുമ്പോൾ പാർട്സുകളെല്ലാം തന്നെ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നേരിയ റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വലിയ നഷ്ടങ്ങളില്ലാണ്ട് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ പോലെ ഫുള്ള് തീർന്നേക്കണമാണ് കേട്ടോ. സൈഡ് ഒട്ടും ഗ്രിപ്പില്ല, ഫുൾ തീർന്നേക്കണമാണ്. ബാക്ക് ടയർ യൂസ് ചെയ്യുമ്പോഴും കമ്പനി ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. MRF സിയറ്റോ ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ സാപ്പർ മോഡൽ, അതിൻ്റെ വി പാറ്റേണാണ് അതിൻ്റെ ടയർ. ആ വന്ന മോഡൽ തന്നെ യൂസ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കൂടുതൽ ഗ്രിപ്പുള്ളതും കട്ടയുള്ളതൊക്കെ നമുക്കത്ര സക്സസ് അല്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തീരെ മോശാവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റിയിടണമാണ് കുറച്ചുകൂടി ബെറ്റർ. ഇവിടെയൊക്കെ അതിൻ്റെ കേസൊക്കെ കൂടെ പൊട്ടിയിട്ടുണ്ട്. തന്നെയല്ല ഇത് മാറ്റേണ്ട ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ പൊടിയാണ് അതിനകത്ത്. പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, റോളർ, ബെൻഡെക്സ്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ക്ലച്ച് യൂണിറ്റ് നമുക്ക് അഴിക്കാം. അപ്പോൾ നമ്മൾ ഫുൾ അഴിക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് ഇടയ്ക്ക് അഴിച്ചേക്കണമായിട്ടൊന്നും തോന്നണില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ ഈ സൈഡിലുള്ള ഒലിസിൽ ലീക്ക് കാണിച്ചിട്ട് അതുമ്പോൾ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ഒലിസിൽ മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കൂടുതൽ ഓയിൽ ലീക്കേജ് വന്ന സമയത്തായിരിക്കും ശ്രദ്ധയിൽ വിടാം. അപ്പോഴത്തേക്കും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഓയിലില്ലാത്ത ആയിട്ടുണ്ടാവും. അപ്പോൾ കൈയോടെ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അതൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ഇവിടെ ചെറിയൊരു തേമാനം ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെയും വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടാണ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ഇത് ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റ്, ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റാണത്. അതിന് ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത്. എന്നാൽ തീരെ മോശാവസ്ഥയിലേക്ക് ആയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ടാണ് സർവീസ് പീരീഡിൽ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലായാലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ഇനി അതല്ല നല്ല രീതിയിൽ ഓട്ടോ ഉണ്ട്, നല്ല ലോഡൊക്കെ വെച്ചുള്ള ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. നിലവിൽ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം മാറ്റിയാൽ മതി, അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. കിക്കറിന് അത്യാവശ്യം ഓയിൽ ഗ്രീസൊന്നും ഇല്ലാത്ത രീതിയിലൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സൈഡ് സ്റ്റാൻഡ് ഇവിടെ വെൽഡിങ് ഒക്കെ കിട്ടുകയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിടപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിൾ ടൈറ്റാണ് ഈ സൈഡ്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ വലിക്കുന്നുണ്ടെങ്കിലും ഇതിവിടെ അനക്കം വരുന്നില്ല. ഇതാണ്ടോ, അത് നമ്മൾ നോക്കണ സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ പൊട്ടിയാണ് നിൽക്കണം. ചോക്കിൻ്റെ കേബിൾ ബാക്ക് പൊട്ടി കിടക്കണതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നതാണ്. അപ്പോൾ ആ ചോക്ക് കേബിൾ കൈയോടെ മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അതല്ലെങ്കിൽ ചോക്ക് വലിഞ്ഞ് നിൽക്കും, നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചെളിയാണ് ഈ കാണുന്നത് കേട്ടോ.
അതേപോലെ കാർബറേറ്ററൊക്കെ ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് കംപ്ലയിൻറ്റ് വന്നിട്ട് ചെളി മൊത്തം അടിച്ച് കയറി കാർബറേറ്ററിലേക്ക് വന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ കൂടി കൂട്ടത്തിലൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാർബറേറ്റർ ക്ലീനിങ്ങൊക്കെ ഓൾറെഡി ജനറൽ സർവീസിൽ പുറമെ വന്നവർക്കാണ്. ഏകദേശം നമുക്കൊരു 400 രൂപ 500ഓളം ചിലവ് തന്നെ കേസാണ്. കാരണം സ്ലോ ജെറ്റ് കാര്യങ്ങളുടെ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 500 രൂപ അടുത്ത് നമുക്ക് ചിലവ് വരും. കാർബറേറ്റർ ക്ലീനർ ലേബർ ചാർജും അടക്കം വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 395 രൂപ തന്നെ ഉണ്ട്. ജെറ്റ് മാറേണ്ടി വന്നാൽ മാത്രമാണ് ഏകദേശം ഒരു 500 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് പുറമേ നിന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്യേണ്ടിയുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാപ്പും കൂടി സെറ്റ് ചെയ്യാം. വല്ല തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ ചെളി പിടിച്ചിരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനും അത് ഒരു ഉപകാരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ, ഞാൻ പറഞ്ഞ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഔട്ടർ പൊട്ടിയുള്ള അവസ്ഥയാണ്. ഇവിടെ നോക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങടേക്ക് മൂവ് ചെയ്യണം കേബിൾ. ആ മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പില്ല. ഔട്ടർ വലിഞ്ഞേക്കണ കൊണ്ട് തന്നെ ഇന്നർ ഔട്ടറിനോട് അടുത്താണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കംഫർട്ടായിരിക്കില്ല. തന്നെയല്ല നമ്മൾ തള്ളണ സമയത്തൊക്കെ ടൈറ്റ് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ വലിയ ലൈഫില്ല, ഏകദേശം എൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ലൈനാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. അത് ടയറുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ടയർ വെയർ ഇൻഡിക്കേഷൻ TWI എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പൊസിഷനിൽ. ടയറുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വരാം. ആ വന്നതിൻ്റെ നേരെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ ഭാഗം അതിനോട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർ മാറ്റാമെന്നുള്ളതാണ് ശരിക്കും അതുമേ ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നൈലോൺ ഗ്രിപ്പ് സാപ്പർ എന്ന് പറയുന്ന ഈ ഡിസൈനാണ് നമുക്ക് കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം ഇപ്പോൾ ബാക്കിലേക്ക് യൂസ് ചെയ്യുമ്പോഴായാലും ഈ മോഡൽ യൂസ് ചെയ്യണം നല്ലത്. കഴിയുമെങ്കിൽ MRFൻ്റെ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവണമെന്നില്ല. ഇനി അതല്ല ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ MRF ഇല്ലെങ്കിൽ പോലും സിയറ്റിലായാലും അപ്പോളോയിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ പാറ്റേൺ യൂസ് ചെയ്യണമാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം കൂടുതൽ ഗ്രിപ്പ് ഉള്ളത് വരുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. ടയറിൻ്റെ ലൈഫ് ഏറെക്കുറെ എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ നമുക്ക് ഓടിക്കാനുള്ള സ്മൂത്ത്നെസ് വെട്ടൽ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ മോഡൽ യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2020 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. വോൾട്ട് നോക്കുമ്പോൾ 12.74 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആണ് കണ്ടത്. ഇവിടെ പോയ ബാറ്ററി ഇൻഡു മാർക്കാണ് കാണിച്ചത്, ഡാമേജ് ഉള്ള ബാറ്ററി ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാറ്റണമെന്നില്ല, നിലവിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വന്നാൽ പോലും നമ്മളിവർക്ക് സർവീസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഓർമ്മയിൽ വെച്ചേക്കാം. ഒന്നോലെ നമുക്ക് കൈയോടെ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. അതല്ലെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് താമസിയാണ്ട് ഒരു പക്ഷേ കാണിച്ചേക്കും. ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം, ചിലപ്പോൾ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ആണെന്നുള്ള ദിവസം മനസ്സിലാക്കാം, ബാറ്ററി ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആമറോണിൻ്റെ വയ്ക്കണമായിരിക്കും കുറേ കൂടി ബെറ്റർ. നല്ല ബാറ്ററി ആമറോണിൻ്റെ ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലതായിട്ട് തോന്നണത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് നോക്കുമ്പോൾ പ്ലഗിൽ ഇവിടുത്തെ പോയിൻ്റൊക്കെ അത് ഒടിഞ്ഞു പോയേക്കാണ്, ഇതിനകത്തുനിന്ന് കട്ടായി പോയേക്കാം. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. വണ്ടി കയറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷനോട് നോക്കി ലെവൽ നമ്മൾ സ്റ്റിക്കിൽ നോക്കുമ്പോൾ ലെവൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഊറ്റിയിട്ട് നോക്കി. ഓയിൽ ഊറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ എഞ്ചിനകത്തുള്ള ഓയിലിൻ്റെ അളവാണ് ഈ കാണുന്നത് കേട്ടോ. 50 മില്ലി ഓയിലാണ് എഞ്ചിനകത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വണ്ടി ഓടി എഞ്ചിൻ ഓയിൽ ഹീറ്റായിട്ട് ഓടിയണ സമയത്ത് സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടാവും. നിലവിൽ വണ്ടി വന്ന സമയത്ത് വണ്ടിക്ക് പുകയില്ല. കാരണം പുക വരണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ ഓയിൽ വേണം. ഓയിലിൻ്റെ അളവ് ഇതായതുകൊണ്ട് പുക കാണിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മളിനിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് സൈലൻസറിയുടെ പുക നല്ല രീതിയിൽ പുക വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി ഓയിലില്ലാതെ വണ്ടി ഓടി സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെയും കൂടിയാണ് ആ സൗണ്ട് വ്യത്യാസം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇത് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. ശരിക്കും സിലിണ്ടർ പിസ്റ്റണിലാണ് കംപ്ലയിൻറ്റ് വരാം. അത് അഴിച്ച് നോക്കിയിട്ട് എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ പരിഹരിച്ച് വിടേണ്ടതാണ്. കൂട്ടത്തിൽ കൂടെ ചെയ്തില്ലെങ്കിലും നമ്മളിപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കാം, ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഏതാണ് ഫസ്റ്റ് വന്നതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. ഓയിൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നുള്ള ദിവസം നോക്കണം. എത്ര കൂടുതലായിട്ട് കുറയുന്നുണ്ട്. നമുക്ക് ശരിക്കും 800 മില്ലി ഓയിലാണ് വരാം. ഒരു 100 മില്ലി 150 മില്ലി പരമാവധി ഒരു 200 മില്ലി കൂടുതലൊക്കെ 1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും കുറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്.
അത്രയും കുറയുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് കയറ്റി നമ്മളത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഫുൾ കംപ്ലയിൻറ്റിലേക്ക്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കമുള്ള കംപ്ലയിൻറ്റുകളിലേക്ക് പോകാനായിട്ട് അതൊരു കാരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, വളരെ ഗൗരവത്തിലെടുക്കണം. വണ്ടി ഇപ്പോൾ നിലവിൽ 50 മില്ലി ആ ഓയിൽ ഉണ്ടായുള്ളൂ എഞ്ചിനകത്ത്. ആ കണ്ടീഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് അഴിച്ചു നോക്കാം, നിർബന്ധിക്കുന്നില്ല. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പുകയുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനിങ് കൂടി നമുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗമൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരു ഫ്ലാപ്പ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് വെള്ളം അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിനകത്ത് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വരും. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകളുടെ ദിവസം പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് കേബിളുകൾ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, പിന്നെ ഈ ക്ലച്ചിനകത്ത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന ക്ലച്ചിനകത്ത് ക്രാങ്കിൻ്റെ ഓയിൽ സീൽ ലീക്കിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ, എയർ ഫിൽട്ടർ, പ്ലഗ് കൂട്ടത്തേക്ക് നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ കൂടി വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാം. കാരണം ഇത് ഏകദേശം ഒരു 30 രൂപ അത്രയ്ക്ക് വന്നുള്ളൂ. ഈ സൈഡൊക്കെ പൊളിഞ്ഞു പിടിക്കിട്ടുണ്ട് സാറുണ്ട്. അപ്പോൾ അത്രയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ്, പിന്നെ ഫ്രണ്ട് കവറിൽ നമുക്ക് അഴിച്ച് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയത്തെ പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ്, പാർട്സുകളും വിത്ത് സർവീസ് ചാർജ്, ലേബർ ചാർജ് എല്ലാം അടക്കമുള്ള, വാട്ടർ സർവീസ് എല്ലാം അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.